നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉപതെരഞ്ഞെടുപ്പിൽ ജനം വിധിയെഴുതി. ചേലക്കരയിൽ റെക്കോർഡ് പോളിംഗ്. വയനാട്ടിൽ പോളിംഗ് കുത്തനെ ഇടിഞ്ഞു. പ്രതീക്ഷയോടെ മുന്നണികൾ. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്. തലശ്ശേരി ALP സ്കൂളിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. 3/4 മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. ചെറുതുരുത്തി ആറ്റൂർ മനപ്പടിയിൽ പോസ്റ്ററുകളും തോരണങ്ങളും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കവും സംഘർഷവും. ചാവക്കാട്ടെ വഖഫ് വിഷയത്തിൽ വർഗീയ ശക്തികൾക്ക് അവസരം നൽകുന്ന സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമെന്ന് UDF സംഘം സ്ഥലം സന്ദർശിച്ചു. മണത്തല പള്ളിത്താഴം പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ വഖഫ് ബോർഡ് കുടിയൊഴിപ്പിക്കുകയാണെന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് CPM. നിർമ്മാണ പ്രവൃത്തികൾ നിലച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ റീടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നു. ഡിസംബർ മുതൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനാകുമെന്ന് പ്രതീക്ഷ. കേച്ചേരി ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന പഞ്ചായത്ത് അധികൃതരുടെ വാക്ക് പാഴായി. 2 ആഴ്ച പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാതെ ഭരണാധികാരികളുടെ ഒളിച്ചുകളി. CCTV ഫോളോ അപ്പ്. വിശദമായ വാർത്തയിലേക്ക്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും തൃശൂരിലെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെയും ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയം അവസാനിച്ചു. ഇരു മണ്ഡലങ്ങളിലും വോട്ടർമാർ വിധിയെഴുതി. വയനാട്ടിൽ ഇത്തവണ പോളിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞപ്പോൾ ചേലക്കരയിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ചേലക്കരയിലെ ബൂത്തുകളിൽ പലയിടത്തും പോളിംഗ് സമയം കഴിഞ്ഞ ശേഷവും വോട്ടർമാരുടെ നീണ്ട ക്യൂ ഉണ്ടായി. ക്യൂവിൽ നിൽക്കുന്നവർക്ക് ടോക്കൺ നൽകിയിരുന്നു. സമയം കഴിഞ്ഞു വന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകിയില്ല. ചേലക്കരയിൽ വൈകിട്ട് വരെയുള്ള കണക്കുപ്രകാരം 72% പോളിംഗ്. ചേലക്കരയിലെ പോളിംഗ് ശതമാനത്തിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം വലിയ രീതിയിൽ ഉയർന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം മറികടന്നാണ് പുതിയ റെക്കോർഡ് കുറിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ടത് 1,53,673 വോട്ടുകളാണ്. എന്നാൽ ഇന്ന് വൈകിട്ട് 6:30 വരെയുള്ള കണക്കുപ്രകാരം 1,54,356 വോട്ടുകളാണ് ചേലക്കരയിൽ ഇത്തവണ പോൾ ചെയ്തത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ മികച്ച പോളിംഗ് ശതമാനം ചേലക്കരയിൽ ഉണ്ടായതിൽ തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ദേശമംഗലം കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലെ 25 നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത്. LDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും ജനവിധിയിൽ LDFന് അനുകൂലമായി പ്രതിഫലിക്കുമെന്ന് UR പ്രദീപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ വരുന്നൊരു വാർത്ത EP ജയരാജന്റെ ആത്മഹത്യയിലെ ചില വിശദാംശങ്ങളാണ്. 2ാം പിണറായി സർക്കാർ പ്രതീക്ഷിക്കത്തോരുന്നില്ല, പരാജയമായിരുന്ന തരത്തിൽ ഒരുപാട് വിവാദ പരാമർശങ്ങളും നിലവിലെ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾക്കെതിരായ പരാമർശങ്ങളൊക്കെ ഉണ്ട്. വലിയ സ്ഥാനാർത്ഥി തിരിച്ചറിയാവുക ഇത് കണ്ടിരുന്നോ? വാർത്ത കണ്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഞാനത് കാലത്ത് നേരത്തെ വരാൻ പറ്റുന്നുണ്ട്. അതൊന്നും തെരഞ്ഞെടുപ്പ് ദിവസം അങ്ങനെ വരുമ്പോഴേ ഇത് തിരിച്ചറിയാകുമെന്ന് ആശങ്കയുണ്ട്. അവിടെ ഒരുപാട് വിമർശനങ്ങളുണ്ട്. ഏതായാലും അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും മനസ്സിലാവാത്തതുകൊണ്ടും നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങൾ ഉപയോഗിച്ച് ഇന്നലെ വരെയുള്ള നടത്തുന്നത്. ദേശമംഗലം തലശ്ശേരി ALP സ്കൂളിലെ 17ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. ഏകദേശം 3/4 മണിക്കൂറോളം തകരാറിലായ യന്ത്രത്തിന്റെ തകരാർ പരിഹരിച്ചാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്. കൂടുതൽ വോട്ടർമാരുള്ള ഈ ബൂത്തിൽ യന്ത്ര തകരാറും കൂടി ഉണ്ടായതോടെ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രശ്ന സാധ്യതയുണ്ടായിരുന്ന ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ 24ാം നമ്പർ ബൂത്തിൽ CRPFന്റെയും പോലീസിന്റെയും കനത്ത സുരക്ഷയും ഒരുക്കിയിരുന്നു. ചെറുതുരുത്തി ആറ്റൂർ മനപ്പടിയിൽ പോസ്റ്ററുകളും തോരണങ്ങളും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി UDFന്റെയും LDFന്റെയും തോരണങ്ങളും പോസ്റ്ററുകളും മാറ്റാൻ ആവശ്യപ്പെട്ടു. BJP പ്രവർത്തകരുടെ തോരണങ്ങളും പോസ്റ്ററുകളും മാറ്റിയാൽ മാത്രമേ തങ്ങളും മാറ്റുകയുള്ളൂ എന്ന് UDF LDF പ്രവർത്തകർ നിലപാടെടുത്തതോടെ തർക്കവും നേരിയ സംഘർഷവും ഉണ്ടായി. ചർച്ചയ്ക്കൊടുവിലാണ് പ്രശ്നം പരിഹരിച്ചത്. മറ്റു വാർത്തയിലേക്ക്. വഖഫ് വിഷയത്തിൽ വർഗീയ ശക്തികൾക്ക് അവസരം നൽകുന്ന സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്. വഖഫ് ഭൂമി തിരിച്ചുപിടിക്കൽ വിവാദത്തിൽ ചാവക്കാട് 33 ഭൂ ഉടമകൾക്ക് നോട്ടീസ് നൽകിയെന്ന മാധ്യമ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.
നോട്ടീസ് ലഭിച്ച ഭൂവുടമകൾക്ക് ആവശ്യമായ നിയമപരിരക്ഷ നൽകുമെന്നും ഇവരെ സംരക്ഷിക്കുവാൻ UDF മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF നേതാക്കളായ RV അബ്ദുൾ റഹീം, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, അരവിന്ദൻ പല്ലത്ത്, RP ബഷീർ, AH സൈനുൽ ആബിദ്, KV ഷാനവാസ്, KV സത്താർ, മന്നലാകുന്ന് മുഹമ്മദ് ഉണ്ണി, മറ്റ് UDF നേതാക്കൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഈ വിഷയത്തിൽ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നിയമപരമായ എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു. അവർക്ക് യാതൊരു ആശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല. ഒരു വർഗീയ ശക്തികളുടെ പിന്നിൽ പോകേണ്ട സാഹചര്യം അവർക്ക് ഉണ്ടാകില്ല. അത് ഞങ്ങൾ ഉറപ്പ് നൽകിയാണ്. ഈ വിഷയത്തിൽ 100% അവരുടെ ഒപ്പം നിന്ന് അവർക്ക് അവിടെ സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിൽ, അവർക്ക് ആവശ്യമായ നിയമപരിരക്ഷ നൽകുന്ന കാര്യത്തിൽ, നിയമസഹായം ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾ ഇവിടെ അടിയുറച്ച് അവരുടെ കൂടെ നിൽക്കും. ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കി അവർക്ക് സുരക്ഷിതമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ ഉണ്ടാകും. മണത്തല പള്ളിത്താഴം പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ വഖഫ് ബോർഡ് കുടിയൊഴിപ്പിക്കുകയാണെന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് CPIM ചാവക്കാട് ഏരിയ കമ്മിറ്റി. ഈ പ്രദേശത്തെ ഒരു കുടുംബത്തിന് പോലും ഒരു തരത്തിലുള്ള നോട്ടീസും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് വാർത്താക്കുറിപ്പിലൂടെ CPM അവകാശപ്പെട്ടു. വസ്തുത ഇതായിരിക്കെ BJP നുണ പ്രചരിപ്പിച്ച് വർഗീയ ധ്രുവീകരണത്തിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും ഇവിടെയുള്ളവർക്ക് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി സർക്കാരിന് നിവേദനം നൽകിയിട്ടുള്ളതാണെന്നും CPM അറിയിച്ചു. ഈ വിഷയത്തിൽ ഒരു കുടുംബത്തെ പോലും കുടിയൊഴിപ്പിക്കില്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ജനങ്ങളിൽ ആശങ്ക പടർത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന വർഗീയ ശക്തികളുടെ നുണപ്രചാരങ്ങളെ തള്ളിക്കളയണമെന്നും CPIM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. നിർമ്മാണ പ്രവൃത്തികൾ നിലച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ റീടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നു. ഡിസംബർ മുതൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനാകുമെന്ന് പ്രതീക്ഷ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള റീടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നു. ഡിസംബറിൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ. പെരുമ്പാവൂരിലുള്ള EKK കമ്പനിക്കാണ് പുതിയ ടെൻഡർ ലഭിച്ചിട്ടുള്ളത്. കമ്പനിയുമായുള്ള കരാർ നടപടികൾ പൂർത്തിയായി വരികയാണ്. തൃശൂർ പാർമേക്കാവ് ക്ഷേത്രം മുതൽ കല്ലുംപുറം വരെയുള്ള 33 കിലോമീറ്റർ ദൂരമാണ് റോഡ് നവീകരിക്കുന്നത്. നേരത്തെ കരാറെടുത്ത കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാതിരുന്നതിനാൽ സർക്കാർ കരാർ റദ്ദാക്കിയിരുന്നു. പിന്നീട് പുതിയ റീടെൻഡർ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയായിരുന്നു. 206 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് വകയിരുത്തിയിട്ടുള്ളത്. ശബരിമല സീസണായതോടെ തൃശൂർ കുറ്റിപ്പുറം റോഡിൽ രൂപപ്പെടുന്ന കുഴികൾ അടയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ തൽക്കാലത്തേക്ക് അറ്റകുറ്റപ്പണികൾ നടത്തിവരികയാണ്. CCTV ന്യൂസ് കേച്ചേരി. ദേശീയപാത 66 മണത്തല ഐനിപ്പുള്ളിയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ കോൺക്രീറ്റ് സ്ലാബിൽ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ വടകര സ്വദേശി അദ്നാൻ, എറണാകുളം സ്വദേശി രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. പരിക്കേറ്റവരെ കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് നഗരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ പരിഹാര മാർഗങ്ങളിലേക്ക് നടപടികൾ സ്വീകരിക്കാതെ അധികൃതർ. അമിത വേഗവും ഗതാഗത പരിഷ്കാരവും നിയമങ്ങൾ അവഗണിക്കുന്നതുമാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നത്. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ അപകടങ്ങളിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിട്ടും അധികാരികൾ കാര്യമായി വിഷയത്തിൽ ഇടപെടുന്നില്ല. ഇരുചക്രവാഹനങ്ങളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത്. അധികൃതർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ ഫിറോസ് P. തൈപ്പറമ്പിൽ ആവശ്യപ്പെട്ടു. സത്യത്തിൽ ചാവക്കാട് പട്ടണത്തിലൂടെ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. കാരണം അപകടങ്ങളുടെ ഒരു പരമ്പരയാണ് അവിടെ ഉണ്ടാവുന്നത്. എന്നിട്ട് പോലും 4-5 അപകടങ്ങളുണ്ടായി, മരണം വരെ സംഭവിച്ചു. വിദേശത്ത് നിന്നും ലീവിന് വന്ന ഒരു സുഹൃത്താണ് വണ്ടിക്കടിയിൽപ്പെട്ട് മരണപ്പെട്ടത്. പിന്നെ പരിഷ്കാരങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതൊക്കെ ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകിക്കൊണ്ടാവണം എന്ന് മാത്രം. ഇത് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാതെയുള്ള പരിഷ്കാരം, അതിനെ പരിഷ്കാരം എന്ന് പറയാൻ പറ്റില്ല. അതിനെ വേറെന്തെങ്കിലും പേരിട്ട് വിളിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവർ ഈ ഒരു വിഷയത്തിൽ, ഈ അപകട പരമ്പരയ്ക്ക് കാരണമാകുന്ന ഈ ഒരു സംവിധാനത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് ബന്ധപ്പെട്ടവരോട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ചാവക്കാട് ചേറ്റുവ റോഡിൽ നിന്ന് പൊന്നാനി ഭാഗത്തേക്ക് തിരിയുന്ന ഇടത്താണ് അപകടം കൂടുതൽ സംഭവിക്കുന്നത്. നഗരത്തിൽ ഗതാഗത പരിഷ്കാരം നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഇതുമൂലം അപകടങ്ങൾ കുറയ്ക്കുവാൻ സാധിച്ചിട്ടില്ല.
വർഷങ്ങൾക്ക് മുൻപ് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിലും പിന്നീട് ഉപയോഗപ്രദമല്ലാതായി മാറി. നേരത്തെ ഗതാഗത നിയന്ത്രണത്തിനായി ഹോംഗാർഡിനെ ഒരുക്കിയെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ സംവിധാനവും പ്രവർത്തനരഹിതമാണ്. മനുഷ്യജീവന് വില കൽപ്പിച്ച് ഇനിയൊരു ജീവൻ നിരത്തിൽ പൊലിയാതിരിക്കാൻ അധികൃതർ ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ്, ചാവക്കാട്. നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ സ്കൂട്ടർ ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു. കോതച്ചിറ ചക്രാട്ട് വീട്ടിൽ ബാബുവിന്റെ മകൻ 31 വയസ്സുള്ള വിപിൻ ദാസാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പെരുമ്പിലാവ് അറക്കൽ സെന്ററിൽ വെച്ചായിരുന്നു അപകടം. അപകടത്തിൽ ഓടിക്കൂടിയ നാട്ടുകാർ വിപിൻ ദാസിനെ കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിവാഹിതനാണ്. സംസ്കാരം പിന്നീട് നടക്കും. കേച്ചേരി ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന പഞ്ചായത്ത് അധികൃതരുടെ വാക്കുപാഴായി. 2 ആഴ്ച പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാതെ ഭരണാധികാരികളുടെ ഒളിച്ചുകളി. സ്കൂൾ മതിലിനോട് ചേർന്ന് ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും അനധികൃത കച്ചവടങ്ങൾ നടത്തുന്നതും മൂലം വിദ്യാർത്ഥികൾ റോഡിലൂടെ നടന്നു പോകേണ്ട സാഹചര്യത്തെക്കുറിച്ച് CCTV വാർത്ത നൽകിയിരുന്നു. ഇതിനോടുള്ള പ്രതികരണമായാണ് അനധികൃത പാർക്കിങ്ങും കച്ചവടങ്ങളും അവസാനിപ്പിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന്റെയും പോലീസിന്റെയും സഹകരണത്തോടെ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികാരികൾ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ 2 ആഴ്ച പിന്നിടുമ്പോഴും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. വിദ്യാലയത്തിലേക്കും തിരിച്ചു വീട്ടിലേക്കും ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നത്. സ്കൂളിന് മുന്നിലെ ഇരുചക്ര വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗാണ് കുരുന്നു ജീവനുകൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്നത്. കേച്ചേരി ആളൂർ പൊതുമരാമത്ത് റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിൽ മതിലിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഇരുചക്ര വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതിനാൽ കുട്ടികൾ റോഡിലൂടെ നടന്നു പോകേണ്ട സാഹചര്യമാണുള്ളത്. ഇത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് സമമാണ്. വിദ്യാലയത്തിന് മുൻപിൽ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വർഷങ്ങളായി നിർബാധം തുടർന്നു വരികയാണ്. സ്കൂൾ ഗേറ്റ് മുതൽ മതിലിനോട് ചേർന്നാണ് വാഹനങ്ങളുടെ അനധികൃതമായ പാർക്കിംഗ്. ദൂരസ്ഥലങ്ങളിൽ ജോലിയുള്ളവർ ഉൾപ്പെടെ രാവിലെ ഇവിടെ വാഹനം വെച്ച് രാത്രി വന്ന് എടുക്കുന്നതാണ് പതിവ്. ഇരുചക്ര വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് മൂലം കുട്ടികൾ റോഡിലൂടെ നടന്ന് യാത്ര ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വലിയ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ കുട്ടികളുടെ യാത്ര ഏറെ ദുഷ്കരമാണ്. വാഹനങ്ങൾ വന്നാൽ റോഡിന്റെ വശത്തേക്ക് മാറി നിൽക്കാൻ പോലുമാകാത്ത വിധമാണ് ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ളതാണ് കേച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ. ഇനിയെങ്കിലും നിസ്സംഗത മാറ്റി കുരുന്നു ജീവനുകൾക്ക് വേണ്ടി ഭരണാധികാരികൾ ഇടപെട്ട് കുട്ടികൾക്ക് അപായമില്ലാതെ സഞ്ചരിക്കാനുള്ള അവസരം ഒരുക്കേണ്ടതാണ്. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം ബൈജു റോഡിൽ രൂപപ്പെട്ട കുഴികൾ അപകട ഭീഷണിയാകുന്നു. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ്. അധികൃതരെ വിവരം അറിയിച്ചിട്ടും പരിഹാരം കാണുന്നില്ലെന്ന് സമീപത്തെ വ്യാപാരികൾ പറഞ്ഞു. രാത്രിയിലാണ് അപകട സാധ്യത ഏറെയുള്ളത്. ബന്ധപ്പെട്ടവർ നടപടികൾ എടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. CCTVയിൽ ശിശുദിന വാർത്തകൾ വായിക്കുക വിദ്യാർത്ഥി പ്രതിനിധികളാണ്. വിവിധ വായനാ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയ പഴഞ്ഞി മാർ ബസേലിയോ സ്കൂളിലെ മെർലിൻ ടോണി, മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലെ ആത്മിക ലിയോൺ, എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൻഡ്രോസ് ജൂഡിത്ത് എന്നീ വിദ്യാർത്ഥി പ്രതിഭകളാണ് നവംബർ 14-ലെ പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുക. രാവിലെ 11:30 മുതലുള്ള ബുള്ളറ്റിനുകളിൽ ചിൽഡ്രൻസ് ന്യൂസ് റീഡർമാർ വാർത്തകൾ അവതരിപ്പിക്കും. പഴഞ്ഞി അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്ന പരിഹാര കർമ്മങ്ങൾക്ക് വ്യാഴാഴ്ച തുടക്കമാകും. 5 ദിവസങ്ങളിലായി നടക്കുന്ന പരിഹാര കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി ആലങ്കോട് കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിവിധ ദിവസങ്ങളായി ദേവതകൾക്ക് പത്മമിട്ട് പൂജ, ബ്രാഹ്മണർക്ക് കാൽകഴുകിച്ചൂട്ട്, സുദർശന ഹോമം, പ്രേതവേർപ്പാട്, മഹാഭഗവത് സേവ, സർപ്പബലി, ഭഗവതിക്ക് ത്രികാല ശംഖാഭിഷേക പൂജ എന്നിവ നടക്കും. പരിഹാര കർമ്മ സമാപന ദിവസമായ തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭഗവതിക്ക് കലശാഭിഷേകവും ഉച്ചയ്ക്ക് പ്രസാദഊട്ടും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. ബൂഡോ സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടം കൈവരിച്ച കേച്ചേരി അൽ ഇസ്ലാ ഇംഗ്ലീഷ് സ്കൂൾ. തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ നടന്നുവന്നിരുന്ന സംസ്ഥാനതല ബൂഡോ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലാണ് കേച്ചേരി അൽ ഇസ്ലാ ഇംഗ്ലീഷ് സ്കൂൾ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയത്. വിദ്യാലയത്തിൽ നിന്ന് വിവിധയിനം മത്സരങ്ങളിൽ മാറ്റുരച്ച 2ാം ക്ലാസ് വിദ്യാർത്ഥി ഫിസാൻ ഫുആദ്, 3ാം ക്ലാസ് വിദ്യാർത്ഥി ആയിഷ സിയ സക്കീർ, 5ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സിയാൻ, 6ാം ക്ലാസ് വിദ്യാർത്ഥികളായ മെഹക് മുഹമ്മദ് അമാൻ, ദുർഗ സുനിൽ, 7ാം ക്ലാസ് വിദ്യാർത്ഥി ഷാമിറ എന്നിവർ 1ാം സ്ഥാനവും
4ാം ക്ലാസ് വിദ്യാർത്ഥി അബ്ദുൾ ബാരി, 4ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് മൂസിൻ എന്നിവർ 2ാം സ്ഥാനവും 2ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റയാൻ, 4ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഹെസ ഷെറിൻ, RN ഇസ്മായിൽ, 6ാം ക്ലാസ് വിദ്യാർത്ഥി CS ഹലീമ എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കിയാണ് അഭിമാന നേട്ടത്തിലേക്ക് വിദ്യാലയത്തെ നയിച്ചത്. കരാട്ടെ ട്രെയിനർ ഷാജഹാൻ ഒരുമനയൂരിന്റെ കീഴിലാണ് വിദ്യാർത്ഥികൾ പരിശീലനം നടത്തുന്നത്. വിജയികളായ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജ്മെന്റ്, സ്റ്റാഫ്, PTA തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അഭിനന്ദിച്ചു. CCTV ന്യൂസ് കേച്ചേരി. 4 പതിറ്റാണ്ടിലേറെയായി കോൺഗ്രസ് നേതൃത്വത്തിൽ ഭരണം നടത്തിയിരുന്ന പഴഞ്ഞി ക്ഷീരോത്പാദക സഹകരണ സംഘം CPM നേതൃത്വത്തിലുള്ള പഴഞ്ഞി ക്ഷീരവികസന സംരക്ഷണ സമിതി പിടിച്ചെടുത്തു. 8-അംഗ ഭരണസമിതിയിൽ 5 സീറ്റ് നേടിയാണ് വിജയം നേടിയത്. BJP 2 സീറ്റിൽ വിജയിച്ചു. ഇതിൽ 1 സീറ്റിൽ വോട്ട് നില CPM-മായി തുല്യതയിൽ വന്നതിനാൽ നറുക്കെടുപ്പിലൂടെയാണ് വിജയം. 1 സീറ്റിൽ കോൺഗ്രസ് വിമതനും വിജയിച്ചു. CPM സ്ഥാനാർത്ഥിയായിരുന്ന പവിൻ MS നേരത്തെ എതിരില്ലാതെ വിജയിച്ചിരുന്നു. VK ചന്ദ്രൻ, TK ജനാർദ്ദനൻ, AK പുഷ്പരാജൻ, KK ശാന്ത എന്നിവരാണ് തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച CPM സ്ഥാനാർത്ഥികൾ. ഫലപ്രഖ്യാപനത്തിനു ശേഷം വിജയിച്ചവരെ ഹാരം അർപ്പിച്ച് സ്വീകരിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി. ഇന്ത്യൻ റെക്കോർഡും വേൾഡ് റെക്കോർഡും കരസ്ഥമാക്കി 3 വയസ്സുകാരൻ ലൂക്ക ജെയ്സൺ ശ്രദ്ധേയനാകുന്നു. മൈക്രോസോഫ്റ്റ് പെയിന്റ് ചിത്രങ്ങളും നിറമുള്ളതുമായ രൂപങ്ങളും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നിർമ്മിച്ചാണ് ലൂക്ക ജെയ്സൺ റെക്കോർഡുകൾ കരസ്ഥമാക്കിയത്. കുണ്ടന്നൂർ ചുങ്കം ചെറുവത്തൂർ ജെയ്സൺ തോമസ്, ഷെറിൻ ഷാജു ദമ്പതികളുടെ മകനാണ് ലൂക്ക ജെയ്സൺ. മൈക്രോസോഫ്റ്റ് പെയിന്റിൽ ഉണ്ടാക്കിയതും നിറമുള്ളതുമായ 8 രൂപങ്ങൾ ലൂക്ക ജെയ്സൺ നിർമ്മിച്ചു. ലോക റെക്കോർഡും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും ലൂക്ക ജെയ്സൺ നേടിയിട്ടുണ്ട്. മാതാപിതാക്കൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കണ്ട് ചോദിച്ചു മനസ്സിലാക്കിയാണ് ലൂക്ക മൈക്രോസോഫ്റ്റ് പെയിന്റിംഗ് രംഗത്തെത്തുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള വേഗതയും ചിത്രങ്ങൾ വരയ്ക്കുന്നതിലെ നൈപുണ്യവും കണ്ട ജെയ്സൺ മകന്റെ വീഡിയോ പകർത്തി മത്സരങ്ങൾക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. ഇനി വട്ടം വട്ടം വരയ്ക്കും, വട്ടം വരയ്ക്കും. 7 മിനിറ്റിൽ 8 ചിത്രങ്ങൾക്ക് രൂപം നൽകി കളർ ചെയ്തതിനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ റെക്കോർഡും ലഭിച്ചത്. ഇതിന് റെക്കോർഡ് കിട്ടാനായിട്ട് കാരണമായത് എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കമ്പ്യൂട്ടർ നന്നായി യൂസ് ചെയ്യുന്നവരാണ്. അവനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റി നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കും, ഇതിൽ എന്തെങ്കിലും ഗെയിം ചെയ്തുതരുമോ, കാട്ടിത്തരുമോ എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങളും വിചാരിക്കും മൊബൈൽ യൂസ് ചെയ്യുന്നതിനേക്കാളൊന്നും കൂടി നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളും കമ്പ്യൂട്ടറായിട്ടൊന്ന് ഇണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യം ഈ പെയിന്റ് ഒക്കെ എടുത്ത് കൊടുത്തു. ട്രയൽ പോലെ ഞങ്ങൾ ചെയ്ത് നോക്കിയതാണ്. അതിന് ഇന്റർനാഷണലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും ലൂക്കയ്ക്ക് റെക്കോർഡ് കിട്ടി. കാഞ്ഞിരക്കോട് കൊരട്ടിയാംകുന്ന് 21-ാം നമ്പർ അങ്കണവാടിയിലാണ് ഈ കൊച്ചുമിടുക്കൻ പഠിക്കുന്നത്. അങ്കണവാടി ടീച്ചർ KK ചന്ദ്രിക, ഹെൽപ്പർ റീന എന്നിവരും പ്രോത്സാഹനത്തിനായി ലൂക്കയോടൊപ്പമുണ്ട്. CCTV ന്യൂസ് എരുമപ്പെട്ടി. കുടുംബശ്രീ ഉജ്ജീവനം പദ്ധതി ചെറുകിട വിൽപ്പന കേന്ദ്രം പുന്നയൂർക്കുളം മാവിൻ ചുവടിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ ഉജ്ജീവനത്തിന്റെ ഭാഗമായാണ് ചെറുകിട വിൽപ്പന കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത്. ചിറപ്പറമ്പിൽ അബ്ബാസ് എന്ന വ്യക്തിയാണ് പദ്ധതിയുടെ ഭാഗമായി വിൽപ്പന കേന്ദ്രം സജ്ജമാക്കിയത്. പഞ്ചായത്തിലെ 5-ാം വാർഡ് മെമ്പർ അബു താഹിർ, CDS ചെയർപേഴ്സൺ ഗിരിജ രാജൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് കോർഡിനേറ്റർ CRP MEC പ്രദേശവാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആലാപാലം അണ്ടിക്കോട്ടുകടവ് റോഡിന് ഇരുവശവും പാഴ്പുല്ലുകൾ വളർന്ന് കാടുപിടിച്ചത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ഇഴജന്തുക്കൾക്ക് പുറമെ തെരുവുനായ്ക്കളുടെയും പന്നികളുടെയും വിഹാരകേന്ദ്രം കൂടിയായി പ്രദേശം. പുന്നയൂരിൽ നിന്നും വടക്കേക്കാട്, നായരങ്ങാടി, കുന്നംകുളം എന്നിവിടങ്ങളിലേക്ക് എളുപ്പം എത്താനുള്ള റോഡ് കൂടിയാണ് ആലാപാലം അണ്ടിക്കോട്ടുകടവ് റോഡ്. വീതി കുറഞ്ഞ റോഡിന് ഇരുവശവും പാഴ്പുല്ലുകൾ വളർന്ന റോഡ് കാണാത്ത അവസ്ഥയായി. പാഴ്ചെടികളിൽ നിന്നുള്ള പൂപ്പൊടി യാത്രികരുടെ ശരീരത്തിലേക്ക് വീണ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായും പറയുന്നു. കൂടാതെ ഇഴജന്തുക്കളുടെ ശല്യത്തിന് പുറമെ നീർനായ, കാട്ടുപന്നി, തെരുവുനായ, കുറുനരികളും പ്രദേശത്ത് വിഹരിക്കുന്നുണ്ട്. ഇതോടെ യാത്രികരും ബുദ്ധിമുട്ടിലായി. റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞിട്ടുമുണ്ട്. തെക്കേ പുന്നയൂരിൽ നിന്നും തിരുവളയന്നൂർ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത്. കാടുപിടിച്ചു കിടക്കുന്ന ഭാഗം വൃത്തിയാക്കി സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള സൗകര്യം അധികൃതർ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ് പുന്നയൂർക്കുളം.
പഴഞ്ഞി അരുവായ് മേഖലയിലെ മുണ്ടകൻ പാടത്തെ നെൽകൃഷിക്ക് പടരുന്ന കീടബാധ കർഷകരെ വലയ്ക്കുന്നു. കൃഷി ഇറക്കി 1.5 മാസമാകുമ്പോഴേക്കും കർഷകർക്ക് 3-4 തവണ മരുന്ന് തെളിക്കേണ്ടി വന്നു. വൻ ബാധ്യതയാണ് കർഷകർക്ക് വരുന്നത്. നെൽച്ചെടികളുടെ ഇലകൾക്ക് കരിച്ചിൽ വരുന്നതാണ് രോഗലക്ഷണം. ഇതോടെ നെൽച്ചെടികളുടെ വളർച്ച മുരടിക്കും. ബ്ലാസ്റ്റ് രോഗം കൂടി പടർന്നതോടെ പലയിടത്തും നെൽച്ചെടികൾ മുരടിച്ച നിലയിലായി. ആദ്യ വളപ്രയോഗത്തിൽ നന്നായ ചെടികൾ പിന്നീട് വളം കൊടുത്തിട്ടും വളർച്ച കൈവന്നില്ലെന്ന് കർഷകർ പറഞ്ഞു. കതിരു വരാറായ നെല്ലിനുണ്ടാകുന്ന രോഗങ്ങൾ വിളവിനെ ബാധിക്കുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. കരിക്കാട് പട്ടിമുറി ബാലനരസിംഹ മഹാവിഷ്ണു ക്ഷേത്ര ഭരണസമിതി നൽകിവരുന്ന ബാലനരസിംഹ മുദ്ര പുരസ്കാരം യുവ തിമില കലാകാരൻ കലാമണ്ഡലം വിനയന് സമർപ്പിച്ചു. കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, കക്കാട് രാജപ്പൻ മാരാർ, MP സുരേന്ദ്രൻ എന്നിവരുൾപ്പെട്ട ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. തുലാമാസത്തിലെ ഏകാദശി വിളക്കിനോടനുബന്ധിച്ച ക്ഷേത്രം ഊട്ടുപുരയിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് മാതൃഭൂമി സീനിയർ ന്യൂസ് എഡിറ്റർ MK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ കലാമണ്ഡലം വിനയനെ സദസ്സിന് പരിചയപ്പെടുത്തി. MK കൃഷ്ണകുമാർ പൊന്നാടയണിയിച്ചു. ചോറ്റാനിക്കര വിജയൻ മാരാർ പ്രശംസാപത്രവും ചെറുപ്പുളശ്ശേരി ശിവൻ ബാലനരസിംഹമുദ്ര പുരസ്കാരവും വിനയന് സമ്മാനിച്ചു. പട്ടിമുറിയിൽ നിന്ന് വാദ്യകലാരംഗത്തേക്കെത്തിയ യുവ മദ്ദള കലാകാരൻ കലാമണ്ഡലം പ്രവീണിനെയും നൃത്തം അവതരിപ്പിച്ച അക്ഷരയെയും ഉപഹാരം നൽകി അഭിനന്ദിച്ചു. കക്കാട് രാജപ്പൻ മാരാർ, തിച്ചൂർ മാരാത്ത് വിജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പ്രശസ്ത മദ്ദള കലാകാരൻ ചെറുപ്പുളശ്ശേരി ശിവന്റെയും തിമില ചക്രവർത്തി ചോറ്റാനിക്കര വിജയൻ മാരാരുടെയും പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യത്തോടെ ഏകാദശി വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കൊച്ചന്നൂർ കരിച്ചാൽ കടവ് ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്ര പരിസരത്തെ കുളത്തിൽ പാഴ്വസ്തുക്കൾ തള്ളുന്നത് പതിവാകുന്നു. കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഡയപ്പർ ഉൾപ്പെടെയുള്ളവയാണ് കുളത്തിൽ നിക്ഷേപിക്കുന്നത്. ദുർഗന്ധവും രൂക്ഷമാണ്. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ പലതവണ വൃത്തിയാക്കിയെങ്കിലും മാലിന്യം തള്ളൽ തുടരുകയാണ്. വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ വരാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും പറയുന്നു. രാത്രിയുടെ മറവിലാണ് മാലിന്യ നിക്ഷേപം നടത്തുന്നത്. അധികൃതർ ഇടപെട്ട് സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കരാത്തയിൽ വെങ്കല മെഡൽ നേടി ആഗ്നസ് ലില്ലി മാത്യൂസിനെ CPM ടൗൺ വെസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി KG സണ്ണിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സീനിയർ പെൺകുട്ടികളുടെ അണ്ടർ 19 വിഭാഗത്തിലാണ് ചാലിശ്ശേരി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആഗ്നസ് ലില്ലി മാത്യൂസ് വെങ്കല മെഡൽ നേടിയത്. കഴിഞ്ഞ വർഷവും സംസ്ഥാന കായികമേളയിൽ വെങ്കല മെഡൽ നേടിയിരുന്നു. ചാലിശ്ശേരി അങ്ങാടി കൊള്ളന്നൂർ മാത്യൂസ് ലാലി ദമ്പതികളുടെ മകളാണ് ആഗ്നസ്. ചടങ്ങിൽ ബോബൻ പോൾസി, ബാബു P ജോർജ്, ഷാജിമോൾ എന്നിവർ പങ്കെടുത്തു. കൃഷി ജീവിതചര്യയാക്കിയ ഷീജയുടെ കൃഷിയിടത്തിലിറക്കിയ കൂർക്ക, മധുരക്കിഴങ്ങ് എന്നിവയുടെ വിളവെടുപ്പ് നടന്നു. മികച്ച വനിതാ കർഷക എന്ന അംഗീകാരം നേടിയിട്ടുള്ള ഗുരുവായൂർ തൈക്കാട് സ്വദേശിനി കല്ലായിൽ വീട്ടിൽ ഷീജ കണ്ടാണശ്ശേരിയിൽ പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിൽ വിത്തിറക്കിയ കൂർക്കയുടെയും മധുരക്കിഴങ്ങിന്റെയും വിളവെടുപ്പ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ നിർവഹിച്ചു. 1 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിന്റെ ചെറിയ ഭാഗത്തായാണ് കൂർക്കയും മധുരക്കിഴങ്ങും കൃഷിയിറക്കിയിരുന്നത്. വർഷത്തിൽ 365 ദിവസവും കൃഷി ചെയ്യുന്ന ഷീജ കൃഷിരംഗത്ത് നൂതനമായ പരീക്ഷണങ്ങളും ആശയങ്ങളും നടപ്പിലാക്കിയാണ് 100 മേനി വിളവെടുക്കുന്ന കൃഷിയിടമാക്കി നിലനിർത്തുന്നത്. ചെറിയ സ്ഥലം പോലും പാഴാക്കാതെ കൃഷിയിടം പൂർണ്ണമായും കൃഷിയിറക്കുന്നതാണ് ഷീജയുടെ രീതി. ഏകദേശം 100 സ്ക്വയർ ഫീറ്റ് വരുന്ന സ്ഥലത്താണ് കൂർക്ക കൃഷി ഇറക്കിയിരുന്നത്. ഇവിടെ നിന്ന് 70 കിലോയോളം വരുന്ന കൂർക്കയാണ് വിളവെടുത്തത്. ജൈവവളങ്ങൾ മാത്രം ചേർത്ത് കൃഷി ചെയ്തു വരുന്ന ഷീജ തന്റെ കൃഷിയിടത്തിൽ നിന്നും വിളവെടുക്കുന്ന പച്ചക്കറികൾ സമൂഹമാധ്യമങ്ങൾ വഴിയാണ് വിൽപ്പന നടത്തുന്നത്. CCTV ന്യൂസ് കേച്ചേരി. എളവള്ളി മുല്ലശ്ശേരി പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന 30 ഏക്കർ വരുന്ന പെരുവല്ലൂർ താഴം കോൾപ്പടവിലേക്കുള്ള വഴി സ്വകാര്യ വ്യക്തി തടസ്സപ്പെടുത്തിയിരിക്കുന്നതിനെതിരെ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തതിനെതിരെ കോൺഗ്രസിന്റെയും കർഷക കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. പ്രതിഷേധ സംഗമം DCC ജനറൽ സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PB ഗിരീഷ് അധ്യക്ഷനായി.
കോൺഗ്രസ്, കർഷക കോൺഗ്രസ് നേതാക്കളായ KB ബാബുരാജ്, KR വിശ്വനാഥൻ, E രാധാകൃഷ്ണൻ, സുനിധി അരുൺകുമാർ, PM സലാം, PK രവി, ആശ കരുമത്തിൽ, MB ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. അടിയന്തരമായി ഇവിടെ കാർഷിക പ്രവൃത്തിക്ക് വാഹനങ്ങൾ ഇറക്കാൻ വേണ്ട റാമ്പ് നിർമ്മിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. മറ്റം വാഗ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി പുനരാരംഭിച്ചു. ഏകദേശം 2.5 മാസത്തിലേറെയായി നിർത്തിവെച്ച പ്രവൃത്തിക്കാണ് ബുധനാഴ്ച രാവിലെ മുതൽ തുടക്കമായത്. മറ്റം വാഗ റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവൃത്തിയാണ് അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. മുരളി പെരുന്നെല്ലി MLAയുടെ ഇടപെടലിന്റെ ഭാഗമായി 2021-22 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി ഭരണാനുമതി നൽകി 2 കോടി രൂപ മുൻകൂറായി അനുവദിച്ച അന്നകര കോക്കൂർ മറ്റം റോഡ് നവീകരണത്തിന്റെ ആദ്യഘട്ടമാണ് പൂർത്തീകരിക്കുന്നത്. മറ്റം മുതൽ വാഗ വരെയാണ് നിലവിൽ ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ളത്. ശേഷിക്കുന്ന അന്നകര വരെയുള്ള ഭാഗം വകുപ്പ് ഏറ്റെടുത്ത് വീതി കൂട്ടി സൈഡ് കെട്ടി സംരക്ഷിക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾക്കും റോഡ് നവീകരണത്തിനുമായുള്ള 6.06 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട്. അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് രണ്ടാംഘട്ട പ്രവൃത്തികൾ ആരംഭിക്കും. ആദ്യഘട്ടമായി മറ്റം മുതൽ വാഗ മാലതി UP സ്കൂൾ വരെയുള്ള ഭാഗം നവീകരണത്തിന് 3.94 കോടി രൂപയുടെ പ്രവൃത്തിയാണ് പൂർത്തീകരിക്കുന്നത്. റോഡിന്റെ വീതി കൂട്ടി ആവശ്യമായിടങ്ങളിൽ കൾവർട്ടുകളും കാനകളും നിർമ്മിച്ച് ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ച് റോഡ് BM പ്രവൃത്തി പൂർത്തീകരിച്ചു. വെള്ളിയാഴ്ചയോടുകൂടി BC വർക്കുകളും പൂർത്തീകരിക്കും. രണ്ടാംഘട്ട പ്രവൃത്തികൾ കൂടി പൂർത്തീകരിച്ചാൽ കണ്ടാണശ്ശേരി, പാവർട്ടി, എളവള്ളി, മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് വലിയ യാത്രാ സൗകര്യമാകും. താമരപ്പള്ളി മുതൽ ചൊവ്വല്ലൂർപ്പടി വരെയുള്ള റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി കൾവർട്ടുകളുടെയും കാനകളുടെയും നിർമ്മാണം പുരോഗതിയിലാണ്. 8 കോടി രൂപ ചെലവഴിക്കുന്ന റോഡിന്റെ പ്രവൃത്തിയും താമസിയാതെ പൂർത്തീകരിക്കും. CCTV ന്യൂസ്, കേച്ചേരി. പോർക്കുളം പഞ്ചായത്തിലെ കരുവാൻപടി കോളനിയിൽ മുത്താളി തങ്കമണിയുടെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ഒറ്റയ്ക്ക് താമസിക്കുന്ന തങ്കമണി വീട്ടിൽ ഇല്ലാത്ത സമയത്താണ് ഓടുകളും കഴുക്കോലുകളും നിലം പൊത്തിയത്. ജീർണാവസ്ഥയിലായിരുന്ന വീടിന്റെ ഭിത്തിക്കും കേടുപാടുകൾ സംഭവിച്ചു. വീട് നിൽക്കുന്ന സ്ഥലം സ്വന്തമല്ലാത്തതിനാൽ സർക്കാർ സഹായം കിട്ടുന്നില്ലെന്ന് തങ്കമണി പറഞ്ഞു. തകർന്ന മേൽക്കൂരയ്ക്ക് പകരം ടാർപോളിൻ വലിച്ചു കെട്ടി. എന്നാൽ ഭിത്തികൾ ശോച്യാവസ്ഥയിലായതിനാൽ അപകട ഭീഷണിയിലാണ് ഈ വയോധിക കഴിയുന്നത്. സ്വന്തം വീടിനായി അപേക്ഷ നൽകിയിട്ടും നടപടികൾ ഉണ്ടായില്ലെന്ന് തങ്കമണി പറഞ്ഞു. വീട് താമസയോഗ്യമാക്കാൻ നടപടിയെടുക്കണമെന്നാണ് തങ്കമണിയുടെ ആവശ്യം. മരുന്ന് മേടിക്കാൻ പോയിക്കായിരുന്നു. വരുമ്പോൾ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ ആരുമില്ല. പിന്നെ മക്കളൊക്കെ വേറെയാണ്. അങ്ങനെ ജീവിക്കുന്നു. തൊഴിലുറപ്പിന് ഇപ്രാവശ്യം പോയിട്ടില്ല. കാലുകൊണ്ട് വയ്യാതെ, മേലൊക്കെ നീര് വന്നിട്ടൊക്കെ ആയിട്ട് വയ്യാതെ പോയിട്ടില്ല. കഴിഞ്ഞെല്ലാം 100 പണിയെടുത്തിട്ട് ഇരിക്കണതാണ്. ഈ വീട് നന്നാക്കി കിട്ടണം. അങ്ങനെ ജീവിക്കാൻ എല്ലാവരോടെ ഒന്നും ചെന്നിറക്കാൻ പറ്റില്ലല്ലോ. ഒരു ദിവസമല്ലേ ചെന്നിറക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് എങ്ങനെയെങ്കിലും വേഗം എല്ലാവരും കൂടി നന്നാക്കി തരണം. ശിശുദിനം വേറിട്ട രീതിയിൽ വർണ്ണാഭമാക്കാൻ ഒരുങ്ങുകയാണ് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS പ്രവർത്തകർ. അങ്കണവാടിയിലെ കുരുന്നുകൾക്കായി ചാച്ചാജിയുടെ വസ്ത്രം സ്വയം തയ്ച്ചു നൽകിയാണ് NSS പ്രവർത്തകർ ശിശുദിനത്തിൽ വേറിട്ട മാതൃക തീർക്കുന്നത്. നവംബർ 14 ശിശുദിനത്തിനുള്ള റാലികൾക്കും പൊതുപരിപാടികൾക്കും അലങ്കാര വസ്തുക്കളുമായി വ്യാപാര സ്ഥാപനങ്ങൾ മത്സരിക്കുന്നിടത്താണ് സ്കൂളിലെ NSS പ്രവർത്തകരുടെ വസ്ത്രനിർമ്മാണം. NSSന്റെ തയ്യൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചാച്ചാജി, ജുബയും തൊപ്പിയും റോസാപ്പൂക്കളും ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് നൽകുകയാണ് ലക്ഷ്യം. മരത്തങ്കോട് 118 നമ്പർ അങ്കണവാടിയിലെ 14 കുരുന്നുകൾക്കാണ് ചാച്ചാജിയുടെ വസ്ത്രം സൗജന്യമായി നൽകുന്നത്. 1ാം വർഷ NSS വളണ്ടിയേഴ്സായ ലിയ, ഹംദ, റോമിത്, നിവേദ്യ, മിസ്ന, അൻസില എന്നിവരാണ് യൂട്യൂബിൽ നോക്കി വസ്ത്രം തുന്നാൻ പരിശീലിച്ചത്. മുന്നേ തയ്ക്കാനൊക്കെ അറിയായിരുന്നു. പക്ഷേ ഇതുപോലെ ജുബൊക്കെ തയ്ക്കണ ആദ്യമായിട്ടാണ്. മിസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങളിത് കറക്റ്റായിട്ട് പഠിച്ചെടുത്തത്. പിന്നെ ഒരെണ്ണം അടിച്ച് നോക്കിയപ്പോൾ പിന്നെ കോൺഫിഡൻസ് വന്നു. അപ്പോൾ പിന്നെ തയ്ക്കാൻ തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ദേശീയ പതാകയാണ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ണികൾക്ക് ഒരു ജുബ് അടിച്ചെടുക്കാന്ന് വെച്ച്. അനന്യ, അൻസില എന്നിവർ റോസാപ്പൂക്കൾ നിർമ്മിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം ഒരു കൈത്തൊഴിൽ എന്ന ഗാന്ധിയ ദർശനത്തെ മാതൃകയാക്കിയാണ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വിനീത NA ഇത്തരത്തിലൊരാശയം അവതരിപ്പിച്ചത്. പ്രിൻസിപ്പാൾ ഇൻചാർജ് ബീന A, സ്കൂളിലെ മറ്റ് അധ്യാപകർ, PTA എന്നിവരും പ്രവർത്തനങ്ങൾക്കൊപ്പമുണ്ട്. വ്യത്യസ്തമായ പരിപാടികളാണ് മരത്തങ്കോട് സ്കൂൾ NSS യൂണിറ്റ് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറ്. ഇത്തവണ ശിശുദിനത്തിന് അംഗനവാടിയിലെ കുരുന്നുകൾക്കായി
ചാച്ചാജി ജുബ്ബ തയ്ച്ചാലോ എന്ന് ഞാൻ കുട്ടികളോട് ചോദിച്ചു. അവർ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ തയ്ക്കാൻ ടീച്ചറെ, അവർക്ക് അറിയൊന്നുമില്ല, പക്ഷെ തയ്യല് ചെറുതായേ അറിയുള്ളൂ, ഞങ്ങൾ യൂട്യൂബ് നോക്കി പഠിച്ചോളാം എന്ന് പറയുകയും അവർ അതിന് മുന്നോട്ട് വരികയും ചെയ്തു. വളരെ ഭംഗിയായി കുട്ടികൾ അത് തയ്ച്ചു പൂർത്തിയാക്കി. കഴിഞ്ഞ അധ്യയന വർഷം ദേശീയ പതാക നിർമ്മിച്ചും NSS വിദ്യാർത്ഥികൾ ശ്രദ്ധ നേടിയിരുന്നു. CCTV ന്യൂസ്, വേലൂർ. ബേക്കറി രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള KR ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് മിക്സിംഗ് സെറമണി സംഘടിപ്പിച്ചു. പെരുമ്പിലാവ് KR ഹോട്ടൽസിൽ നടന്ന ചടങ്ങിൽ KR ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് മാനേജിംഗ് പാർട്ട്ണർമാരായ KR രഞ്ജിത്ത്, KR റിജിൽ, KR രേഖ, പത്മനാഭൻ, പ്രിയ രഞ്ജിത്ത്, KR ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർക്കൊപ്പം പഴഞ്ഞി MD കോളേജിലെ BTTM വിദ്യാർത്ഥികളും അധ്യാപകരും കേക്ക് മിക്സിംഗ് സെറമണിയിൽ സംബന്ധിച്ചു. മാസ്റ്റർ ഷെഫ് ജോയ് ചാക്കോ, ഷെഫ് മനീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കേക്ക് മിക്സിംഗ് നടന്നത്. ഏകദേശം 1000 കിലോ കേക്ക് നിർമ്മിക്കുന്നതിനുള്ള മിക്സാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കേക്ക് മിക്സിംഗിനു ശേഷം മാസ്റ്റർ ഷെഫ് ജോയ് ചാക്കോ നയിച്ച ബേക്കിംഗ് ക്ലാസും നടന്നു. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിലെ സുവർണ നേട്ടത്തിലൂടെ നാടിന് അഭിമാനമായ യദുകൃഷ്ണയ്ക്ക് ജന്മനാടിന്റെ ആവേശകരമായ വരവേൽപ്പ്. 4x100 മീറ്റർ റിലേയിൽ വിജയം നേടിയ യദുകൃഷ്ണയ്ക്ക് അരിയന്നൂരിൽ ജനപ്രതിനിധികളുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിലാണ് ഹൃദ്യമായ സ്വീകരണം നൽകിയത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് സമാപിച്ച സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിലാണ് യദു ഉൾപ്പെടുന്ന തൃശൂർ ജില്ലാ ടീം 4x100 മീറ്റർ റിലേ മത്സരത്തിൽ അഭിമാന നേട്ടം കരസ്ഥമാക്കിയത്. 100 മീറ്റർ ഓട്ട മത്സരത്തിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയാതെ പോയതിന്റെ ക്ഷീണം മുഴുവൻ മാറ്റുന്ന പ്രകടനത്തിലൂടെയാണ് യദു അടങ്ങുന്ന ടീം തൃശൂരിനായി സ്വർണമണിഞ്ഞത്. കുന്നംകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയായ യദുകൃഷ്ണ കഴിഞ്ഞ തവണ 100 മീറ്ററിൽ വെങ്കല മെഡലിന് അർഹനായിരുന്നു. 4x100 മീറ്റർ റിലേ ടീമിൽ അംഗമായിരുന്നുവെങ്കിലും ടീം ഡിസ്ക്വാളിഫൈ ആയതോടെ സങ്കടത്തോടെയാണ് ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങിയത്. കണ്ണീരോടെ കളിക്കളം വിട്ട യദുവും കൂട്ടുകാരും സ്വർണ്ണ നേട്ടത്തിലൂടെ മധുരപ്രതികാരം ചെയ്താണ് 4x100 മീറ്റർ റിലേയിൽ വിജയകിരീടം ചൂടിയത്. മേള കൊടിയിറങ്ങിയതിനെ തുടർന്ന് നാട്ടിലെത്തിയ യദുകൃഷ്ണയ്ക്ക് വമ്പൻ വരവേൽപ്പാണ് നാടൊന്നാകെ ചേർന്ന് നൽകിയത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗം PK അസീസ്, ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും ശ്രീകൃഷ്ണ കോളേജ് കായിക വിഭാഗം മേധാവിയുമായ ഡോക്ടർ KS ഹരിദയാൽ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അരിയന്നൂർ സെന്ററിൽ യദുകൃഷ്ണന് സ്വീകരണം നൽകി. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ യദുവിനെ വീട്ടിലേക്ക് ആനയിച്ചു. യദുവിന്റെ വീട്ടിൽ മധുരവിതരണവുമുണ്ടായി. അരിയന്നൂരിലെ പൗരാവലിയുടെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ യദുകൃഷ്ണയ്ക്ക് സ്വീകരണം നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ സ്നേഹ ആദരത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഈ നാട്ടിലെ ഏറ്റവും ബഹുമാനപ്പെട്ട മഹാവ്യക്തിത്വങ്ങളെ നല്ല മനസ്സുകളെ എല്ലാവർക്കും കണ്ടാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടേതായിട്ടുള്ള നമ്മുടെ കുട്ടിക്ക്, അതായത് യദുവിനെ നൽകുകയാണ് കണ്ടാശ്ശേരി CCTV ന്യൂസ്, കേച്ചേരി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉടമ 2.5 വയസ്സുകാരി ഇഫ മറിയമിനെ STU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ലെഗ് സ്പ്ലിറ്റ് യോഗ പോസിൽ 28 മിനിറ്റും 47 സെക്കൻഡും ഇരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെന്ന ബഹുമതിയാണ് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിൽ ഇഫ മറിയം ഇടം നേടിയത്. ഇഫ മറിയം മന്ദലാങ്കുന്ന് ബദർപ്പള്ളി സ്വദേശി കുന്നമ്പത്ത് മഹറൂഫിന്റെയും ഫഹിമയുടെയും മകളാണ്. കരാട്ടെ പരിശീലകനായി ദുബായിൽ ജോലി ചെയ്യുന്ന പിതാവ് മറ്റു കുട്ടികൾക്ക് ട്രെയിനിങ് ചെയ്യുന്നത് കണ്ടാണ് ഇഫ യോഗ ചെയ്യാൻ തുടങ്ങിയത്. പുന്നയൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് M കുഞ്ഞിമുഹമ്മദ് മൊമന്റോ നൽകി ആദരിച്ചു. STU തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KK ഇസ്മായിൽ, യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അസീസ് മന്ദലാങ്കുന്ന്, മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിലർ TM നൂറുദ്ദീൻ, മോട്ടോർ തൊഴിലാളി ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ സലീം കുന്നമ്പത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലീഗൽ സ്റ്റഡീസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ നിയമ സേവന ദിനം ആചരിച്ചു. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും നിയമസഹായം ലഭ്യമാക്കുന്നതിനും നീതിക്കുള്ള അവകാശം ഉറപ്പാക്കുന്നതിനുള്ള ബോധവൽക്കരണമാണ് ദിനാചരണം ലക്ഷ്യമാക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ പ്രസംഗം, സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചു. പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. നീതി ദേവതയുടെ പ്രതീകാത്മക പ്രതിമയ്ക്ക് വന്ന മാറ്റം വിദ്യാർത്ഥികൾ സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, വൈസ് പ്രിൻസിപ്പാൾ രാധാമണി, അധ്യാപകരായ ഷീജ AK, റീബ മിജു എന്നിവർ നേതൃത്വം നൽകി.
ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7015 രൂപ, പവന് 56,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ. ചരമം കേച്ചേരി പട്ടിക്കര തെക്കേ വീട്ടിൽ അമ്മിണിയമ്മ നിര്യാതയായി 87 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പരേതനായ ഗോപാലൻ നായർ ഭർത്താവും നളിനി, ശോഭന, സരള എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപതെരഞ്ഞെടുപ്പിൽ ജനം വിധിയെഴുതി. ചേലക്കരയിൽ റെക്കോർഡ് പോളിംഗ്. വയനാട്ടിൽ പോളിംഗ് കുത്തനെ ഇടിഞ്ഞു. പ്രതീക്ഷയോടെ മുന്നണികൾ. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്. തലശ്ശേരി ALP സ്കൂളിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. 3/4 മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. ചെറുതുരുത്തി ആറ്റൂർ മനപ്പടിയിൽ പോസ്റ്ററുകളും തോരണങ്ങളും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കവും സംഘർഷവും. ചാവക്കാട്ടെ വഖഫ് വിഷയത്തിൽ വർഗീയ ശക്തികൾക്ക് അവസരം നൽകുന്ന സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമെന്ന് UDF സംഘം സ്ഥലം സന്ദർശിച്ചു. മണത്തല പള്ളിത്താഴം പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ വഖഫ് ബോർഡ് കുടിയൊഴിപ്പിക്കുകയാണെന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് CPM. നിർമ്മാണ പ്രവൃത്തികൾ നിലച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ റീടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നു. ഡിസംബർ മുതൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനാകുമെന്ന് പ്രതീക്ഷ. കേച്ചേരി ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന പഞ്ചായത്ത് അധികൃതരുടെ വാക്ക് പാഴായി. 2 ആഴ്ച പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാതെ ഭരണാധികാരികളുടെ ഒളിച്ചുകളി. CCTV ഫോളോ അപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.